വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനിവിടെ എഗ് ഫ്രൈഡ് വെർമിസെല്ലിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ 400 ഗ്രാം സേമിയ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വറുക്കാത്ത സേമിയയാണ്. അപ്പോൾ നമ്മളതൊന്ന് വറുത്തെടുക്കണം. എണ്ണയൊന്നും ഒഴിക്കാതെ ചുമ്മാ ഒന്ന് വറുത്തെടുത്താൽ മതി. അപ്പോൾ നമുക്കത് വറുത്തെടുക്കാം. ഞാനിവിടെ ഉരുളി ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചൂടായിട്ടുണ്ട്. നമുക്കൊന്ന് വറുത്തെടുക്കാം. ഞാനിത് 400 ഗ്രാം ഉള്ളത് കൊണ്ടാണ് ഉരുളി എടുത്തത്. ഇപ്പോൾ നമ്മുടെ സേമിയയുടെ കളറൊക്കെ മാറിയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇത് വറക്കുമ്പോൾ ഒരുപാട് തീ വെച്ചിട്ട് വറക്കരുത്. തീ കുറച്ചിട്ട് വേണം വറുത്തെടുക്കാനായിട്ട്. അപ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. ഞാനിപ്പോൾ സേമിയ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുത്ത് വേവിച്ചെടുക്കണം. നമ്മൾ സേമിയ വറക്കുമ്പോൾ ചൂട് കട്ടിയുള്ള ഒരു പാത്രത്തിലാണ് നമ്മൾ വറുത്തെടുക്കുന്നതെങ്കിൽ അതിൽ തന്നെ നമുക്ക് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ ഉരുളിയിലാണ് വറുത്തെടുത്തത്. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഞാൻ ഈ പാത്രത്തിലേക്ക് മാറ്റിയത്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഇതിന് ആവശ്യമായ ഉപ്പ് ചേർക്കാം. ഇനി നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. നമുക്കിനി ഇത് അടുപ്പത്തേക്ക് വയ്ക്കാം. അപ്പോൾ ഇത് തിളച്ചിട്ടുണ്ട്. ഇത് തിളച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഒരുപാട് താമസമൊന്നുമില്ല. അപ്പോൾ നമുക്കിത് തിളയ്ക്കുമ്പോൾ ഇതിൻ്റെ ഉപ്പ് നമുക്ക് നോക്കാം. ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പ് ഇച്ചിരി മുൻപന്തിയിൽ നിൽക്കണം. എന്നാലാണ് നമുക്കിത് അരിച്ചെടുക്കണം. അത് നമുക്ക് വെന്ത് കഴിയുമ്പോൾ അതിൻ്റെ കുറച്ച് തണുത്ത വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് അരിച്ചെടുക്കാം. ഇത് വെന്തിട്ടുണ്ട്. നമുക്കൊരു ഓട്ടപാത്രത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ സേമിയ തണുത്ത വെള്ളം ഒഴിച്ച് മാറ്റിയിട്ടുണ്ട്. അത് കണ്ടാൽ നല്ല വേറിട്ട് കിട്ടുന്നത്. അപ്പോൾ തണുത്ത വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റാർച്ചൊക്കെ പോയി കിട്ടും, ഒട്ടിപ്പിടിക്കാതിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ തണുത്ത വെള്ളം ഒഴിക്കുന്നത്. പിന്നെ നമ്മൾ വെള്ളം തിളപ്പിച്ചപ്പോൾ ഓയിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓയിലും അതിൻ്റെ ഒപ്പം ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇത് നല്ലതുപോലെ കിട്ടിയിട്ടുണ്ട്. ഞാൻ അടുപ്പത്തെ ഒരു ഉരുളി വെച്ചിട്ടുണ്ട്, ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുക്കുന്നത്. ഒരു ക്യാരറ്റ് അരിഞ്ഞതുണ്ട്, 2 ബീൻസ് എടുത്തിട്ടുണ്ട്, അതുപോലെ കുറച്ച് ക്യാബേജ് എടുത്തിട്ടുണ്ട്, ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞതുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. എനിക്കിവിടെ ക്യാപ്സിക്കം കിട്ടിയില്ല. അപ്പോൾ അത് കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതേ ഓയിൽ ചൂടായിട്ടുണ്ട്. നമുക്ക് ആദ്യം സവാള ചേർത്ത് കൊടുക്കാം. ഇത് ഒരുപാട് അങ്ങ് വേവേണ്ട കാര്യമില്ല. ആ പച്ച മണമൊന്ന് മാറിയാൽ മതി. ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ക്യാരറ്റ് ചേർക്കാം. നമുക്ക് ബീൻസ് ചേർത്ത് കൊടുക്കാം.
നമുക്ക് ക്യാബേജ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ എടുത്തിട്ടില്ല. ഇതിലേക്ക് നമുക്ക് കുരുമുളക് ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് എരിവിന് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഈ പച്ചക്കറികളെല്ലാം നല്ലോണം ഒന്നും വേവേണ്ട കാര്യമില്ല, ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടിയാൽ മതി. അപ്പോൾ ഇതായിട്ടുണ്ട്. നമുക്കിത് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് മുട്ട പൊരിച്ചെടുക്കണം. ഇതിങ്ങനെ ചെയ്തില്ലെങ്കിൽ വേറൊരു പാനിൽ മുട്ട പൊരിച്ചെടുത്താലും മതി. ഞാനിപ്പോൾ ഇതിലേക്ക് തന്നെയാണ് മുട്ട ഒഴിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി എടുത്തിട്ടുണ്ട്. ഒരു 4 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. ഇത് ഒഴിച്ചു കൊടുക്കുകയാണ്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കണം. അപ്പോൾ മുട്ട നല്ലോണം ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിതെല്ലാം കൂടെ കൂടി ഒന്ന് കൂട്ടി ഇളക്കാം. ഇനി ഇതിൽ ഉപ്പ് കുറവ് തോന്നുകയാണെങ്കിൽ നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതിലേക്ക് നമുക്ക് സോയാ സോസ് ഒഴിച്ചു കൊടുക്കണം. അതുപോലെ ടൊമാറ്റോ സോസും വേണം. ഒരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസാണിത്. ഒരു 2 ടേബിൾ സ്പൂൺ സോയാ സോസ് കൊണ്ട് ഒഴിച്ചു കൊടുക്കാം. ഈ സോയാ സോസും ടൊമാറ്റോ സോസും നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ അത് കാരണം നമുക്ക് കുട്ടികൾക്ക് ധൈര്യമായിട്ട് നമുക്ക് കൊടുക്കാം. നിങ്ങൾക്ക് ഈ ടൊമാറ്റോ സോസിൻ്റെയും അതുപോലെ തന്നെ സോയാ സോസിൻ്റെയും റെസിപ്പി വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിച്ചാൽ മതി, ഞാൻ അപ്ലോഡ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് സേമിയ ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ തണുത്ത വെള്ളത്തിൽ എടുത്ത കാരണം കൊണ്ട് നല്ലവണ്ണം സേമിയ നല്ലവണ്ണം വന്നിട്ടുണ്ട്. ഒന്നും ഒട്ടിപ്പിടിച്ച് പോയിട്ടില്ല. അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മുടെ എഗ് ഫ്രൈഡ് വെർമിസെല്ലി റെഡി ആയിട്ടുണ്ട്. ഞാനിത് സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. താങ്ക്